ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ തനിക്ക് മുൻപ് ലഭിച്ച രണ്ട് സമൻസുകളും മടക്കി അയച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ റൈഡിലേക്ക് ഇഡി കടക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ പരന്നത്. ഇതിൽ പ്രധാനമായും ട്വിറ്റർ എക്സിൽ ഇതിനെക്കുറിച്ച് സൗരഭ് ഭരദ്വാജും അതിഷി മർലേനയുമാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു അഭ്യൂഹം പരന്നതിനെ തുടർന്ന് ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സുരക്ഷ വർദ്ധിപ്പിച്ചതിനപ്പുറത്തേക്ക് പ്രധാനമായും ഇന്ന് ഇഡി പരിശോധന നടത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഇഡി വൃത്തങ്ങളും നൽകുന്നുണ്ട്. കാരണം ഇന്ന് ഇവിടെ പരിശോധന നടത്താനുള്ള യാതൊരു പദ്ധതിയും ഇല്ല എന്ന് തന്നെയാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ രണ്ട് സമൻസുകളാണ് താൻ മടക്കി അയച്ചിട്ടുള്ളത്. നവംബർ 2-നും അതോടൊപ്പം തന്നെ ഡിസംബർ 21-നുമാണ് രണ്ട് സമൻസുകൾ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചത്. രണ്ട് സമൻസുകളിലും അരവിന്ദ് കെജ്രിവാൾ താൻ ചോദ്യാവലി നൽകിയാൽ ഉത്തരം നൽകാൻ തയ്യാറാണ്. പക്ഷേ എന്തിനാണ് ഇത്തരം ഒരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമുള്ളത് എന്ന് ചോദിക്കുന്നു. ഇതിലൊരു നിഗൂഢ ഇഡി ഒളിപ്പിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായ കഴമ്പില്ല എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭാ തെരഞ്ഞെടുപ്പും അതുകൂടാതെ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡും നടക്കാനിരിക്കെ അതിന്റെ മുന്നൊരുക്കങ്ങളിൽ അതിന്റെ തിരക്കുകളിലാണ് താൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കാത്തത് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു വസതിക്ക് മുൻപിൽ ഇത്രയും സുരക്ഷയെല്ലാം പോലീസ് ശക്തമാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇന്ന് ഇഡി റെയ്ഡ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി മദ്യനയ കേസിൽ നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരായി ചില ആരോപണങ്ങൾ ഈ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിച്ചിരുന്നു. മനീഷ് സിസോദിയ ഉൾപ്പെടെ 2 പേർ ഇപ്പോഴും മദ്യനയ കേസിൽ ജയിലിൽ തന്നെയാണ്. മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കളായ 2 പേർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അന്നത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു മനീഷ് സിസോദിയ. ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഈ മദ്യനയ അഴിമതിയുടെ ഗൂഢാലോചനയുടെ ബുദ്ധികേന്ദ്രം എന്നായിരുന്നു നേരത്തെ ഉയർന്നിരുന്ന ആരോപണം. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ആം ആദ്മി പാർട്ടി തള്ളിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കാനുള്ള ഇഡിയുടെ മനഃപൂർവ്വമായ ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ഈ സൂചനകൾ ഉയർത്തിയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതി ഇഡി റെയ്ഡ് ചെയ്തേക്കും. തുടർന്ന് ഇഡിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു അഭ്യൂഹം സൃഷ്ടിക്കപ്പെട്ടത്. അതിഷി മർലേന, സൗരഭ് ഭരദ്വാജ് എന്നീ ആം ആദ്മി പാർട്ടി സർക്കാരിലെ 2 മന്ത്രിമാർ തന്നെയായിരുന്നു ഈ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഈ അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഡി രംഗത്തെത്തിയിട്ടുള്ളത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇന്ന് ഇഡി പരിശോധന ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ കെജ്രിവാളിന്റെ വസതിയിൽ പരിശോധന നടത്തും, അതിന് പിന്നാലെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ പരന്നിരുന്നു. അതിന് പിന്നാലെ കെജ്രിവാളിന്റെ വസതിക്ക് ഡൽഹി പോലീസ് സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇഡിയുടെ പരിശോധന ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദാംശങ്ങളാണ് വിഷ്ണു പ്രസാദ് നൽകിയത്.